നമസ്കാരം. മലയാളി വാർത്ത ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടല്ലോ, അറക്കുന്നതിന് മുമ്പേ പിടയ്ക്കരുത്, അല്ലെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടരുത്. അത് എന്തും ചെയ്യുന്ന ആദ്യമായിട്ടാണെങ്കിൽ അതിനൊരു തയ്യാറെടുപ്പ് വേണം. ഈ അധികാരങ്ങൾ കസേര കിട്ടിക്കഴിയുമ്പോൾ പലർക്കും ഒരു വെപ്രാളമായിരിക്കും, ഉടനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണമെന്ന്. എന്നിട്ട് ചെയ്യുന്നതെല്ലാം അബദ്ധമോ അല്ലെങ്കിൽ തിരിച്ചടികളും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ അധികാരം എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. നമുക്കെല്ലാവർക്കും അധികാരത്തിൽ എത്തണം തോന്നും. പക്ഷെ അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടാലൻറ്റുകളും വേണം. ആ അധികാരം വീൽഡ് ചെയ്യേണ്ട വാൾപ്പയറ്റ് പരിചയമില്ലാത്ത ഒരാളുടെ വാള് കൊടുത്താൽ അയാൾ വീശി അങ്ങനെ ഇരിക്കും. അത് ഉറുമിയാണെങ്കിൽ സ്വന്തം കരുത്തിൽ തന്നെ ചുറ്റും. അപ്പം നമുക്ക് വാൾപ്പയറ്റിന് ഏതിനും ഒരു പരിചയം വേണം. അപ്പം പരിചയത്തിന് മുമ്പേ നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. ഇപ്പം കേജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാൾ അധികാരം കിട്ടിയ ഉടനെ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാം, എല്ലാവർക്കും അറിയാം. ആദ്യം പുള്ളി വിചാരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ എടുത്തെന്ന് അലക്കണം. അധികാരത്തിൽ കയറിയ ഉടനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയെപ്പറ്റി, അയാളുടെ കുടുംബത്തെപ്പറ്റിയൊക്കെ ഇയാൾ പ്രസംഗിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് മോദി പയ്യെ കടിഞ്ഞാണിട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായേ കേജ്രിവാളിൻ്റെ കയ്യിൽ ഒരു പവറും ഇല്ല. അതായത് പോലീസ് കയ്യിലില്ലെങ്കിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല ഒരു ഭരണാധികാരി. അത് ഫോഴ്സ് ഉപയോഗിച്ച് എതിരാളികളെ ഒതുക്കാൻ പറ്റണം, എതിരാളികളെ ഇല്ലാതാക്കാൻ പറ്റണം. അത് നമ്മുടെ രാജ്യതന്ത്രജ്ഞമായ റഷ്യൻ പ്രസിഡന്റ് പുടിൻ നോക്കി. എതിരാളികൾ ഒന്നൊന്നായിട്ട് അവിടെ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്നു. സൗദി രാജാവ് എന്തോ ചെയ്ത്, അയാൾക്കെതിരെ സുനന്ദരൻ ലേഖനം എഴുതിയ പത്രപ്രവർത്തകൻ അഫ്ഗാനിസ്ഥാനിലെ സൗദി എംബസി പോയത് പാസ്പോർട്ട് എന്തോ പുതുക്കാനുണ്ട്. ഇന്നുവരെ കഴിഞ്ഞ 15 കൊല്ലം കഴിഞ്ഞ് ഇന്നുവരെ ആളെ കണ്ടിട്ടില്ല. ആ എതിരാളികളെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന എല്ലാ ഭരണാധികാരികളുടെയും തന്ത്രമാണ്. എന്ന് വെച്ചാൽ ഓരോ ഭരണാധികാരിക്കും വലിച്ച് താഴെ ഇടാനായിട്ട് അനേകം പേര് നിൽക്കുകയാണ്. അതൊരു ഓഫീസിലെ ഉദ്യോഗസ്ഥനായാലും അതെ, ഒരു ടോപ്പ് ലെവലിലുള്ളയാളെ താഴെ എങ്ങനെ ഇറക്കാമെന്നാണ് നോക്കുന്നത്, എന്നിട്ട് ആ പൊസിഷനിൽ എങ്ങനെ കയറാമെന്ന്. അപ്പം ഇങ്ങനെ ഇരിക്കെ രാജേഷിന് മേയർ പദവി കിട്ടിയ ഉടനെ എടുത്തിട്ട് കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണാധികാരികൾ ചെയ്തതെല്ലാം എടുത്ത് പുറത്തിട്ട് അലക്കാമെന്നാണ് പുള്ളി വിചാരിച്ചത്. അത് പുള്ളി ചെയ്യുന്ന എല്ലാ അബദ്ധത്തിൽ ചെന്ന് ചാടത്തുള്ളൂ. ഇപ്പൊ ശ്രീലേഖയാണ് പോയിട്ട് ഉടനെ MLA ഒഴിപ്പിക്കണ്ടേ, അത് സാവകാശം അത് പരസ്യമാക്കാതെ അതിനെപ്പറ്റി കൂടിയാലോചിച്ചൊക്കെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ MLA അവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ശ്രീലേഖ എന്ത് ചെയ്യാൻ പറ്റും? പോലീസിനെ ഉപയോഗിച്ച് ഇറക്കാൻ പറ്റുമോ? ഇല്ല. കാരണം പോലീസ് അവരുടെ കയ്യിലല്ല. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണമെങ്കിലും അവിടെ പോലീസ് വിചാരിച്ചാൽ അതെല്ലാം അബോർട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ രാജേഷ് KSRTC ബസ്, മറ്റേ ഇലക്ട്രിക് ബസ്സെല്ലാം കോർപ്പറേഷൻ്റെയാണ്, അതെല്ലാം എടുത്ത് എല്ലായിടത്തും ഓടിക്കുന്നു പറയും. ഈ ബസ്സുകളൊക്കെ തിരിച്ചു കിട്ടിയാൽ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല, മെക്കാനിക്കുകളില്ല, ഡ്രൈവർമാരെ പിന്നെ പാർട്ടിക്കാരെയൊക്കെ അപ്പോയിന്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പം ഏതും ചെയ്യുന്നതിനിപ്പം കുറച്ചുകൂടി ആലോചിക്കണം. ആദ്യം ഒരു ഭരിക്കാൻ കയറേണ്ടവർ ചെയ്യേണ്ടത് എന്തുവാണെന്ന് ചോദിച്ചാൽ, ആദ്യം ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ, മുമ്പിൽ നൂറുകണക്കിന് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിനെപ്പറ്റി ഒരു പ്രോഗ്രാം ഉണ്ടാക്കി, അജണ്ട ഉണ്ടാക്കി, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാൻ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പുറകോട്ട് തിരിഞ്ഞു നോക്കാനായിട്ട് ഇങ്ങനെ ഓരോ വിഷയം എടുത്തിട്ട് മേയർ തന്നെ കൈകാര്യം ചെയ്യല്ലേ, ഓരോ കമ്മിറ്റികളുണ്ടാകും. ഒരു പല പല വിഷയങ്ങളുണ്ടല്ലോ, പല പല ഏരിയാസ് ഉണ്ടല്ലോ, ഇതിനെല്ലാം ഓരോ കമ്മിറ്റി ഉണ്ടാക്കുക. അതിൽ BJPയുടെ കൗൺസിലർമാരും പ്രതിപക്ഷത്തിലുള്ള കോൺഗ്രസിൻ്റെയും CPMൻ്റെ കൗൺസിലർമാരും കൂടെ ഉൾപ്പെടുത്തണം. എന്നിട്ട് ഈ കമ്മിറ്റികൾ കണ്ടുപിടിച്ചിട്ട് ഏതൊക്കെയാണ് കൃത്രിമങ്ങൾ കാണിച്ചിരിക്കുന്നത്, എന്തൊക്കെയാണ് അഴിമതി കാണിച്ചിരിക്കുന്നത്, ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആണ് നടപടികൾ എടുക്കേണ്ടത്. അപ്പം അതൊരു 5-6 മാസമൊക്കെ എടുത്തിട്ട് ഇത് ചെയ്യാവുള്ളൂ. ആദ്യം കയറി ഇരിപ്പുറപ്പിക്കുക. ഇരിക്കുന്നതിന് മുമ്പേ കാല് നീട്ടിയാൽ പുറകിലിരിക്കുന്ന കസേര വലിച്ച് അറിയത്തില്ല. അപ്പോൾ ഇവര് BJP ചെയ്യേണ്ടത് കുറച്ചും കൂടെ പക്വമായിട്ട് ആദ്യം ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇനി മുന്നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ, വികസന പ്രവർത്തനം അല്ലാത്തതൊക്കെ ചെയ്യേണ്ട ഒരു അജണ്ട ഉണ്ടാക്കി അത് ചെയ്യട്ടെ. അതിൻ്റെ കൂടെ ഈ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പുറകിലോട്ടുള്ള കാര്യങ്ങൾ ചകയട്ടെ. കോഴി ചകയെന്ന് നമ്മൾ ചകന്ന് എടുക്കാൻ പറ്റും. പക്ഷെ ആദ്യം തന്നെ ചകയാൻ പോയാൽ അവിടെ മുള്ളുവാരി അവരിട്ട് കഴിഞ്ഞാൽ, കോഴി ചകയുന്നിടത്തൊക്കെ പണ്ട് കാലത്ത് കൃഷിക്കാരൊക്കെ മുള്ള് കൊണ്ടുപോയിട്ടിട്ട് ഇതിനെ കോഴി ചകയാണ്ടിരിക്കാൻ എന്ന് പറഞ്ഞ പോലെ ഇവർ ചകയുന്നത് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് വേണം.
ഓരോ വിഷയങ്ങളും പഠിക്കട്ടെ, ശരിക്കും പഠിക്കേ. നന്ദി, നമസ്കാരം. വാർത്ത ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ക്യാപ്റ്റൻ ജോയ്, റിട്ടയർഡ്.